ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമല്ലേ? യെസ്. നിങ്ങൾ ആദ്യം തന്നെ ടീച്ചറൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ യാത്രകൾ പോകാറില്ലേ? യാത്രകൾ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതെ അല്ലേ? എവിടേക്കൊക്കെയാണ് നിങ്ങൾ യാത്ര പോകാറുള്ളത്? കാടുകൾ കാണാൻ പോകാറുണ്ട്. പിന്നെ മലകൾ കാണാൻ പോകാറുണ്ട്. പിന്നെ കടൽ കാണാൻ പോകാറുണ്ട് അല്ലേ? കടൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഈ കടലിൻ്റെ പ്രത്യേകത എന്താ? അവിടെ എന്തൊക്കെയാണ് കടൽ കാണാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കാണാറുള്ളത്? വഞ്ചികൾ കാണാറുണ്ട്, ബോട്ട് കാണാറുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ടല്ലേ. ഈ കടലിൻ്റെ പ്രത്യേകത എന്താ? ഈ പുഴ ഒഴുകണ പോലെയാണോ കടൽ ഒഴുകണ? അല്ല. അവിടെ എന്താ ഉണ്ടാവുക? അതെ, തിരമാലകൾ അല്ലേ? യെസ്, കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് തിരമാലകളാണ്. എന്താണ് തിരമാലകൾ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തിരമാലകൾ എന്ന് പറയുമ്പോൾ തിരമാലകളുടെ മൂവ്മെൻറ്റ്സ് ആണ് അതിൻ്റെ പ്രത്യേകത. അതായത് സമുദ്രജല ഉപരിതലത്തിൻ്റെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ചലനങ്ങളെ പറയുന്ന പേരാണ് എന്ത്? തിരമാലകൾ. ഉയർച്ചയും താഴ്ചയും ഇങ്ങനെയാണ് നമ്മുടെ വേവ്സ് അല്ലെങ്കിൽ തിരമാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ചലനങ്ങളെ പറയുന്ന പേരാണ് എന്ത്? തിരമാലകൾ. അപ്പോൾ തിരമാലകൾ എന്താണ്? സമുദ്രജല ഉപരിതലത്തിൻ്റെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ചലനങ്ങളെ പറയുന്ന പേരാണ് എന്ത്? തിരമാലകൾ. ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുന്നില്ലേ? എന്താണത്? യെസ്, നമ്മൾ ഇത്ര നേരം പറഞ്ഞ തിരമാലകൾ തന്നെയാണ്. ഇനി നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു. നമുക്ക് തിരമാലകൾ എന്താണ്, എങ്ങനെയാണ് തിരമാലയുടെ മൂവ്മെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരമാലയുടെ ഘടനയാണ്. ഒരു സ്ട്രക്ചർ, ഒരു തിരമാലയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഓക്കെ, നമ്മുടെ തിരമാലയ്ക്ക് 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഉയർന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? തിരാശിഖരം. താഴ്ന്ന ഭാഗമാണ് തിരാതടം. 2 തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ പറയുന്ന പേരാണ് എന്ത്? തിരാദൈർഘ്യം. ഇത് തമ്മിലുള്ള ഈ ഒരു ലംബ ദൂരം, അതായത് അടിയിൽ നിന്ന് മുകളിലേക്കുള്ള ഈ ഒരു ദൂരത്തെ പറയുന്നതാണ് തിര ഉന്നതി. അങ്ങനെ 4 ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഈ തിരമാലയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? 4 ഭാഗങ്ങളാണ് നമ്മുടെ തിരമാലയ്ക്കുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ തിരമാലകൾ എന്താന്ന് പഠിച്ചു, തിരമാലയുടെ ഘടന എന്തൊക്കെയാന്ന് പഠിച്ചു. ഇനി ഈ തിരമാലകൾ എങ്ങനെയുണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞേ? കാറ്റുകൾ വഴിയാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് നമ്മുടെ തിരമാല ഉണ്ടാവുക. നമുക്കറിയാം അല്ലെ, പകൽ സമയത്ത് തിരമാലകൾ സാധാരണ നമ്മുടെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാവുക. പക്ഷേ രാത്രി സമയത്ത് സാധാരണ തിരമാലയാണ് ഉണ്ടാവുക? അല്ലേ? എങ്ങനെയാ ഉണ്ടാവുക? തിരമാലയുടെ ശക്തി കൂടില്ലേ? എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? രാത്രി കാറ്റുകൾ ഉണ്ടാവും. കാറ്റിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തിരമാലയുടെ ശക്തിയും കൂടും. അത് ശക്തിയായിട്ട് കരയിലേക്ക് ആഞ്ഞടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കാറ്റുകളാണ് തിരമാലയുടെ സ്പീഡിനെ നിയന്ത്രിക്കുന്നത്. നമുക്ക് മനസ്സിലായി തിരമാലകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇനി തിരമാല ഈ ശക്തിയായിട്ട് ഈ തിരമാല നമ്മുടെ കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്കറിയാലോ, സുനാമി ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സുനാമി കേട്ടിട്ടുണ്ട്. അപ്പോൾ തിരമാലകൾ, ഈ ശക്തിയായിട്ടുള്ള തിരമാലകളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെറിയ പ്രതിരോധ മാർഗങ്ങളുണ്ട്. അവയുടെ പടമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ 4 ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? എന്താണ്? അതെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റത്തെ എന്താണ്? പാറകൾ നിക്ഷേപിക്കുക അല്ലേ? നമ്മുടെ കരയിൽ നമ്മൾ പല ബീച്ചസിലൊക്കെ നമ്മൾ ബീച്ച് കാണാൻ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും അവിടെ പാറകൾ നിക്ഷേപിച്ചത് അല്ലേ? കരിങ്കല്ലുകൾ നിക്ഷേപിച്ചത്, പാറകൾ. അത് നമുക്ക് തിരമാലയെ തടയാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? കണ്ടൽ കാടുകളാണ്. കണ്ടൽ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ശക്തമായിട്ടുള്ള ഈ കടൽ വെള്ളത്തിനെ അല്ലെങ്കിൽ തിരമാലകളെ നമുക്ക് കുറച്ച് പ്രതിരോധിക്കാനായിട്ട് പറ്റും. പിന്നെന്താണ്? പുലിമുട്ടുകൾ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
പുലിമുട്ടുകൾ എന്നാണ് ഇങ്ങനെ പറയുക. അതായത് കോൺക്രീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് പുലിമുട്ട്. ഈ പുലിമുട്ട് നമ്മൾ ഈ കടലിന്റെ തീരത്ത് അല്ലെങ്കിൽ കരഭാഗത്ത് നമ്മൾ നിക്ഷേപിക്കും. അപ്പൊ നമുക്ക് പുലിമുട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ശക്തിയായിട്ടുള്ള ഈ തിരമാലകൾ വന്ന് ആഞ്ഞടിക്കുമ്പോൾ അത് കരയിലേക്ക് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു തട പോലെ വെക്കുകയാണ്. പിന്നെന്താണ് ചെയ്യുന്നത്? പിന്നെയാണ് മണൽ ഭിത്തികൾ, അതായത് മണൽ ചാക്കുകൾ, മണൽ ഭിത്തികളൊക്കെ നിർമ്മിക്കുക. മണല് നിറച്ചിട്ട് നമ്മൾ ചാക്കുകളിലാക്കിയിട്ട് ബണ്ടുകൾ പോലെയൊക്കെ കെട്ടിവെക്കുന്നതൊക്കെ നമ്മൾ ബീച്ചസിൽ കാണുന്നുണ്ട് അല്ലേ, അല്ലേ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് കടലിൽ ഇനി തിരമാലകൾ അല്ലെങ്കിൽ കടൽ കാണാൻ പോകുമ്പോൾ ഇനി നോക്കുക ഇനി അതൊക്കെ ഉണ്ടോന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഈ 4 മാർഗങ്ങൾ. അതായത് പാറകൾ നിക്ഷേപിക്കുക, പിന്നെന്താണ് കണ്ടൽ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പിന്നെന്താ പുലിമുട്ടുകൾ സ്ഥാപിക്കുക, മണൽ ഭിത്തികൾ നിർമ്മിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ശക്തമായിട്ടുള്ള തിരമാലകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ.